ഇംഗ്ലണ്ടിൽ അത്ഭുതകരമായ ബുദ്ധിയുള്ള ഒരു പന്നി ജീവിച്ചിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു ഈ പന്നിക്ക് ഭയങ്കര ബുദ്ധിയാണ്. തന്റെ തലയ്ക്കുള്ളിൽ ഈ പന്നി കണക്കുകൾ കൂട്ടും. ഈ പന്നി വായിക്കാത്ത യാതൊരു പുസ്തകങ്ങളും ഇല്ലായിരുന്നു. വിമാനം എങ്ങനെയാണ് പറക്കുന്നതെന്ന് ഈ പന്നിക്ക് അറിയാമായിരുന്നു. യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും അത് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും ഈ പന്നിക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്നുവെങ്കിലും ഒടുവിലൊരു ചോദ്യം ഈ പന്നിയെ ഭ്രാന്തിന്റെ വക്കിലെത്തിച്ചു. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അവൻ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് എത്തിയത്? അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതിന് ഉത്തരം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. അവന്റെ തല കറങ്ങി. അങ്ങനെ അത്ഭുതകരമായ ഒരു രാത്രിയിൽ മിന്നൽ പോലെ ഒരു പ്രകാശം അവൻ കണ്ടു. ഒരു ബാല നർത്തകനെ പോലെ ചാടി എഴുന്നേറ്റ് അവൻ വിളിച്ചു കൂവി, എനിക്ക് ഉത്തരം കിട്ടി. അവർക്കെന്നെ ബേക്കൻ കഷ്ണങ്ങളായി വേണം. എന്റെ മൃദുവും രുചികരവുമായ മാംസത്തിന് നല്ല വിലയാണ്. അത് ഇറച്ചിക്കടകളിൽ വിൽക്കാനാണ് അവർ നോക്കുന്നത്. എന്നെ വറുത്തെടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് നല്ല വില കിട്ടും. എന്റെ കുടലുകൾ വരെ അവർക്ക് വേണം സോസേജുകൾ ഉണ്ടാക്കാൻ. കത്തി, ഇറച്ചിക്കട, അതാണ് എന്റെ ജീവിതത്തിന് കാരണം. ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരു പന്നിക്കും സ്വസ്ഥത കൊടുക്കില്ല. അടുത്ത ദിവസം രാവിലെ കർഷകനായ ബ്ലാൻ ഈ പന്നിക്ക് കൊടുക്കുവാനുള്ള ആഹാരം ഒരു പാത്രത്തിലാക്കി അതിന്റെ അടുത്തേക്ക് വന്നപ്പോൾ വലിയൊരു ഗർജനത്തോടെ ഈ പന്നി കർഷകനെ ഇടിച്ചു വീഴ്ത്തി. പിന്നീട് നടന്നത് എന്താണെന്ന് അത്ര എളുപ്പത്തിൽ പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ പറയാം, പന്നി കർഷകനായ ബ്ലാൻഡിന്റെ തല മുതൽ കാൽ വരെ തിന്നു. വളരെ സാവധാനം ആസ്വദിച്ച് ചവച്ചരിച്ചാണ് അത് കഴിച്ചത്. ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാകും തല മുതൽ കാൽ വരെ കഴിച്ചു കഴിയാൻ. അത്രമാത്രം തിന്നാനുള്ളതുണ്ടായിരുന്നു അയാളുടെ ശരീരം. മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പന്നിക്ക് യാതൊരു കുറ്റബോധവും തോന്നിയില്ല. തന്റെ ബുദ്ധി നിറഞ്ഞ തല ചൊറിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ പന്നി പറഞ്ഞു, എനിക്ക് ബലമായ സംശയമുണ്ടായിരുന്നു അയാൾ എന്നെ ഇന്ന് ഉച്ചഭക്ഷണമാക്കാൻ പോവുകയാണെന്ന്. എന്തായാലും അതിനു മുമ്പ് അയാളെ തിന്നുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി.